ഹായ് ഫ്രണ്ട്സ്, പത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് കമലാമ്മ അങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും വരുന്നുണ്ട്, അതുപോലെ തന്നെ വേദയൊക്കെ വരുന്നുണ്ട്. വേദയൊക്കെ വന്നതിന് ശേഷം അങ്ങനെ വിക്രത്തിൻ്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, വിക്രത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം, ഞാനല്ലേ അമ്മയ്ക്ക് വാക്ക് തരുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം വിക്രമാണെന്നുണ്ടെങ്കിൽ വേദ പറഞ്ഞതുപോലെ തന്നെ വേഗം തന്നെ പോയി കുളിച്ച് റെഡിയായിട്ട് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളെ ശ്രീനിവാസൻ സാറ് ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ ശ്രീനിവാസൻ സാറ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാനിങ്ങനെ അഭിലാഷിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അവനെ പിടിച്ച് സത്യങ്ങളൊക്കെ പറയിച്ചു എന്ന് പറയാണ് കേട്ടോ. ശ്രീകാന്താണ് ഇതിൻ്റെ പിന്നിലായ വിഗ്രഹമല്ല, ഭണ്ഡാരം മോഷ്ടിച്ചതിൻ്റെ പിന്നിൽ ശ്രീകാന്താണെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ വിക്രത്തിന് മനസ്സിലാവാണ്ട് അങ്ങനെ വിക്രം വേഗം തന്നെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനിട്ടുണ്ട്. അളിയാന്ന് വിളിക്കാൻ കേട്ടോ. അളിയ ഒന്നവിടെ നിന്നേന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് താനാണല്ലേ ഈ മാതിരി നാർത്തരം ചെയ്തതെന്ന് ചോദിക്കാൻ കേട്ടോ. എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ നേരിട്ട് ചെയ്യണം, അല്ലാതെ ഇങ്ങനെ ആൾക്കാരെ വെച്ചിട്ട് അമ്പലത്തിലെ വണ്ണാരും കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചും കേട്ടത് മറ്റുള്ളവരെ തലയിൽ കെട്ടി വെക്കുന്നതെല്ലാം ആണത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അറിയട്ടോ. അത് പറയുന്നുണ്ട്, ഇനി മേലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് അറിയുന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോകാൻ കേട്ടോ. അതിനുശേഷം നേരെ പോകുന്നത് അഭിലാഷിൻ്റെ അടുത്തേക്കാണ്. അഭിലാഷിൻ്റെ അടുത്ത് ചെന്നിട്ട് അഭിലാഷിനെ ചവിട്ടി താഴെ ഇരുന്നിട്ടുണ്ട്. ബാറിലാണ് അഭിലാഷ് ഇരുന്നിരുന്നത്. എന്നിട്ട് ഇങ്ങനെ ബ്രാൻഡി എന്താണ് ഒരു പെട്രോളൊക്കെ പോലെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ബ്രാൻഡി ആയിരിക്കും, ബാറിലാണല്ലോ. അപ്പോൾ അത് ഒഴിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ലൈറ്ററൊക്കെ കത്തിച്ച് കാണിക്കുകയാണ്. ഇനി മേലിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി മേലിൽ എൻ്റെ വീട്ടുകാരുടെ മേത്ത്, അതായത് എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരുടെ മേൽ ഒരു തുള്ളി മണ്ണെങ്കിലും നിന്ന് ഉള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ നീ ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ കേട്ടോ. ഇത് തന്നെ ഒരുപാട് വൈകിട്ടാണ് വിക്രം വീട്ടിലെത്തുന്നത്. അമ്മ ആണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ അന്വേഷിച്ച് കുറേ നേരമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അമ്മ പോയി കിടന്നോ എന്നൊക്കെ പറയുമ്പോൾ ഇനി അവൻ എന്ത് ആപത്തിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്, എന്തായാലും സത്യം തെളിയിക്കാതെ അവൻ ഈ വീട്ടിലേക്ക് കയറി വരില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ പുകിലൊപ്പിച്ചിട്ടാണോ വരുന്നത് മോളെ, എനിക്ക് ആലോചിച്ചിട്ട് സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദന കെട്ടിപ്പിടിച്ച് കയറിയാണ്. അപ്പോൾ അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, വിക്രം അങ്ങനെ ഒന്നും ചെയ്യൂല, ഇനി ഒരിക്കലും വിക്രം അങ്ങനെ തെറ്റായ രീതിയിലേക്കൊന്നും പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അമ്മനെ പറഞ്ഞയച്ചിട്ട് വേദ ഭക്ഷണം എടുത്തു കൊടുക്കാനും ഇതിനൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. വിക്രം വരുന്ന സമയത്ത് തന്നെ വേദ വഴക്കൊക്കെ പറയുന്നുണ്ട്, ഇത്രയധികം നേരം വൈകിയതിന് അങ്ങനെ ഭക്ഷണം എടുത്തു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചമ്മന്തി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. ചമ്മന്തി മാത്രമല്ല, ചിക്കൻ ലോലിപ്പോപ്പും ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തന്നെ കഴിച്ചതാണെന്നൊക്കെ പറയട്ടോ. വേണമെങ്കിൽ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറയാം. പിന്നെ നീ ഉണ്ടാക്കി തന്ന എൻ്റെ ഓംപ്ലേറ്റ് എൻ്റെ പട്ടിക്ക് വേണ്ടെന്നൊക്കെ പറയട്ടോ. ഇതൊക്കെ കമലാമ്മ അങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട്. അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വിക്രത്തിന് വേദയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവാനിട്ട് അങ്ങനെ കമലാമ്മ വന്നിട്ട് വിക്രത്തിനോട് വേദന പുറത്തു കൊണ്ടുപോകണം എന്നുള്ള കാര്യമൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം കമലാമ്മയുടെ ആവശ്യപ്രകാരം വേദനയും കൊണ്ട് ബീച്ചിലേക്ക് പോകുന്നുണ്ട്. ബീച്ചിൽ വെച്ച ശേഷം അവിടെ ചെന്നതിന് ശേഷം വിക്രം വേറൊരാളായി മാറാനിട്ട് ശരിക്കും വേദയോടുള്ളൊരു പ്രണയം പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് അങ്ങനെ വിക്രവും വേദയും കൂടിയിട്ട് ആ ബീച്ചിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നതും ബബിൾസ് ഊതിങ്ങായിട്ട് വേദ കളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വേദ വിക്രത്തിനെ ഇങ്ങനെ ഓടിച്ചിടുന്ന സമയത്താണ് പെട്ടെന്ന് തല കറങ്ങി വേദ വീഴുമ്പോഴേക്കും വിക്രത്തിൻ്റെ മനസ്സിൽ ശരിക്കും വേദയോടുള്ളൊരു സ്നേഹം വേദയ്ക്ക് മനസ്സിലാവുന്നതായ സമയത്താണ് ഓടി വന്ന് കൈകളിൽ ഇങ്ങനെ വേദ കോരിയെടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പ്രമോ കാണിച്ചതിൽ ഇത്രയും ഡീറ്റെയിൽസാണ് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.